പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടി നേടിയിട്ടും അവർ ഒന്നിച്ചു. മറ്റാരുമല്ല, സുജിനും പൊന്നൂസും ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്കിപ്പുറം അവർ ഡൈവേഴ്സ് ആകുന്നു എന്നുള്ള വാർത്ത ജനങ്ങൾക്കിടയിൽ വലിയൊരു ഷോക്കായിരുന്നു. കാരണം ഇവരെ കണ്ട് ഇൻസ്പയർഡ് ആയ ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെയുണ്ട്. ഇവരെ ഫാമിലി വ്ളോഗിൽ പൊന്നൂസ് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോസ് കാണുന്ന ഒരു പറ്റം പ്രേക്ഷകരുമുണ്ട്. അവരെയെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇരുവരും ഡൈവേഴ്സ് ആവുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്നുള്ള വാർത്തയുമായിട്ടാണ് സുജിനും പൊന്നൂസും എത്തിയത്. ഇതൊക്കെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത പലരുമുണ്ട്. പല വീഡിയോകളിലും വന്നിട്ടുള്ളത് ഇതൊക്കെ വെറുതെ ആണെന്നും ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളുമായി വന്നിട്ട് പിന്നീട് അവർ വീണ്ടും ഒന്നിക്കും, ഇതൊരു കണ്ടന്റ് ആക്കും എന്ന് കുറേ പേര് യൂട്യൂബിൽ പ്രെഡിക്റ്റ് ചെയ്തുള്ള വീഡിയോകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സുജിനും പൊന്നൂസും പറഞ്ഞത് ഇങ്ങനെ: ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞത് വെറും കണ്ടന്റോ ആണെന്നും വരുമാനത്തിന് വേണ്ടിയാണെന്നും പറയുന്ന ഒരുപാട് പേരുണ്ട്. അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതൊന്നുമല്ല സത്യം. ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത് സത്യം തന്നെയാണ്. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തീർക്കാൻ ഞങ്ങളെ സഹായിച്ചത് കുഞ്ചൂസും കുടുംബവുമാണ്. കുഞ്ചൂസ് കുറച്ച് ദിവസം കൂടെ നിന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും ആ തെറ്റിദ്ധാരണ നീക്കം ചെയ്യുകയും ചെയ്തു. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്ത ഡൈവോഴ്സിന് തീരുമാനം തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പിൻവലിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് സുജിനും പൊന്നൂസും വളരെ അധികം സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം ഈ ഒരു വാർത്തയിൽ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. കാര്യം രണ്ട് കുഞ്ഞു പിള്ളേർ ഉള്ള ഇവർ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡൈവോഴ്സുമായി മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും തെറ്റിദ്ധാരണകളാണെങ്കിൽ അത് പറഞ്ഞു തീർത്താൽ പോരെ എന്ന് പറഞ്ഞ് ഒത്തിരി പേരാണ് വന്നിരുന്നത്. അവർ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് തന്നെയാണ് കുഞ്ചൂസും അതുപോലെ സുജിനും വീഡിയോകളിൽ പറഞ്ഞിരുന്നത്. മാത്രവുമല്ല, അവർ ഡൈവോഴ്സ് കൊടുത്തതായും രണ്ടുപേരും രണ്ട് തലത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളുമായിട്ടാണ് ഇരുവരും വന്നിരുന്നത്. പക്ഷേ എല്ലാത്തിൻ്റെയും അവസാനം കുഞ്ചൂസ് തന്നെ വേണ്ടി വന്നു. കുഞ്ചൂസും കുടുംബവും കുറച്ച് ദിവസം സുജിൻ്റെ വീട്ടിൽ വരികയും ആ ഒരു വരുന്ന വീഡിയോ കുഞ്ചൂസിൻ്റെ ചാനൽ പോസ്റ്റ് ചെയ്തതുമാണ് വീട്ടിലോട്ട് പോകുന്നുവെന്നും. പക്ഷേ ഒരു പ്രേക്ഷകരും വിചാരിച്ചില്ല ഇത് സുജിൻ്റെയും പൊന്നൂസിൻ്റെയും കുടുംബം വീണ്ടും ഒന്നിക്കുവാനുള്ള ഒരു വരവാണ് കുഞ്ചൂസിൻ്റേതാണെന്ന്. എന്നാൽ കുഞ്ചൂസ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്നും എന്തായാലും കുഞ്ചൂസ് ഇടപെട്ടത് കൊണ്ട് ഇവർ തമ്മിൽ ഒന്നിച്ചല്ലോ എന്ന് പറയുന്ന ഒട്ടനവധി പ്രേക്ഷകരും ഇപ്പോൾ ഉണ്ട്. സുജിൻ്റെയും പൊന്നൂസിൻ്റെയും ആരാധകർ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം അവർ പറയുന്നത് സുജിന് വന്ന ആ ഒരു അവസ്ഥ ഒരിക്കലും പിള്ളേർക്ക് വരരുത്. അച്ഛൻ ഉപേക്ഷിച്ച് പോയ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തി വലുതാക്കിയത് ഈ കുഞ്ഞുങ്ങളെ. അതുപോലെ ഒരവസ്ഥ സുജിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വരരുത് എന്നുള്ള ഒരുപാട് കമൻറ്റുകളും പോസ്റ്റുകളും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്.